പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതും എന്നാൽ നമ്മുടെ കണ്ണ് കാണാത്തതുമായ നമുക്ക് പറ്റിയ ഉറ്റ സ്നേഹിതരായ മാലാഖമാരെക്കുറിച്ചാണ് ഈ സമയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈശോ പറഞ്ഞു, നിങ്ങളൊക്കെ മരിക്കുമ്പോൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാം മാലാഖമാരെ പോലെ ആയിത്തീരുമെന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് മാലാഖമാരെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കുകയും ചിന്തിക്കുകയും അവരുടെ സഹായം ചോദിക്കുകയും ചെയ്യുന്നത് ഉചിതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും തിന്മയുടെ ശക്തി നമ്മളെ തിന്മ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ട് പോകും. അതിനെ നമ്മൾ ചിലപ്പോഴും ഫോളോ ചെയ്യും. കാരണം സാത്താൻ പണ്ടേ കൗശലക്കാരനും നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്നതിനുമാണെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കളെ ചതിച്ചതും പാപം ചെയ്യിപ്പിച്ചതും അവരാണല്ലോ. എന്നാൽ അവരിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നത് മാലാഖമാരാണ്. ദൈവം കോടാനുകോടി മാലാഖവൃന്ദത്തെ നമുക്ക് സംരക്ഷണമായിട്ട് തന്നിട്ടുണ്ട്. ഈ പർദീസയിൽ നിന്നും മനുഷ്യനെ പാപം ചെയ്ത് മൂലം ഇറക്കി വിട്ടെങ്കിലും ദൈവം തനിച്ചല്ല മനുഷ്യനെ പുറത്തേക്ക് വിട്ടത്. അവൻ്റെ കൂടെ നടക്കാനും അവൻ്റെ കൂടെ സഹായിക്കുന്നതിനും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് അവൻ മാറിപ്പോകാതെ ഈശോയെ അന്വേഷിക്കുന്നതിനും ദൈവപിതാവ് നമുക്ക് ഇടത്തും വലത്തും മാലാഖമാരെ തന്നിട്ടുണ്ട്. ഈ മാലാഖമാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നില്ല. കാരണം അശരീരികളാണ് അവർ. എന്നാൽ ചില മാലാഖമാർക്ക് അവരുടെ ഛായാപടം മൂലം നമുക്ക് കാണത്തക്ക രീതിയിലൂടെ അവർ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. റഫായേൽ മാലാഖ ഒരിക്കൽ തോബിത്തിന് കൂട്ടുപോവുകയാണ്. എന്തിനാ? അവരുടെ ഒരു ബന്ധുവിൻ്റെ പക്കൽ നേരത്തെ കൊടുത്തേൽപ്പിച്ച പണം സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു നല്ല കൂട്ടുകാരനെ അന്വേഷിക്കാൻ പിതാവ് പറഞ്ഞു വിട്ടപ്പോൾ അവൻ അന്വേഷിച്ചപ്പോൾ റഫായേൽ മാലാഖയാണ് നല്ലൊരു യുവാവായിട്ട് കൂട്ടുവന്നത്. പക്ഷേ അവർക്ക് മനസ്സിലായില്ല ഇത് മാലാഖയായിരുന്നു. എന്നിട്ട് മാലാഖ കൂട്ടുപോകുന്നുണ്ട്. അവിടെ ഒപ്പം വേറൊരാൾ സഹിക്കുന്നുണ്ട്. സാറ എന്ന് പറഞ്ഞ പെൺകുട്ടി, അവൾ 7 പ്രാവശ്യം വിവാഹം ചെയ്തു. എന്നിട്ട് 7 പ്രാവശ്യവും ആദ്യ രാത്രിയിൽ തന്നെ ഒരു പിശാച് അവരെ കൊന്നിരുന്നതായിട്ട് നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാലാഖ അവിടെ ചെന്ന് സാറായിൽ അനുരക്തയായ പിശാച്, അസ്മോദേവൂസ് എന്ന പിശാചാണ് അവളിൽ അനുരക്തയായിക്കൊണ്ട് അവൾ കല്യാണം കഴിക്കുന്ന എല്ലാ ഭർത്താക്കന്മാരെയും ആദ്യ രാത്രിയിൽ തന്നെ കൊല്ലുമായിരുന്നു. പക്ഷേ ഈ മാലാഖ പോയ വഴിക്ക് ഒരു നദിയിലിറങ്ങി മത്സ്യത്തെ പിടിപ്പിച്ച് അതിൻ്റെ ചങ്കും കരളുമൊക്കെ എടുത്ത് പോവുകയാണ്. എന്നിട്ട് ഈ സാറായുടെ മുറിയിൽ ഈ ചങ്കും കരളും പുകച്ചപ്പോൾ പിശാച് പുറത്തു വന്നതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ പിശാചിനെ പുറത്ത് കൊണ്ടുപോയി ബന്ധിച്ചു. അതിനുശേഷം തോബിയാസിനെയും സാറയെയും കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. വീട്ടിൽ വന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ മാലാഖ തന്നെ പറയുകയാണ്, ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്ന സപ്താന്മാക്കളിൽ ഒരുവനായ റഫായേൽ ആണ്. അപ്പോൾ 7 പേരാണ് സപ്താന്മാക്കൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പം ദൈവപിതാവാണ് എന്നെ അയച്ചത്. ഇവരുടെ ബന്ധനങ്ങൾ മാറ്റി പിശാചിനെ ഓടിച്ചു വിട്ട് ആ 2 പേരുടെയും കുടുംബജീവിതം സമാധാനം വരിപ്പിക്കുകയാണ്. അപ്പോൾ മാലാഖ പറയുകയാണ്, ഞാൻ റഫായേൽ എന്ന മാലാഖയാണ്. ഞാൻ ഇത്രയും നേരവും നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എൻ്റെ ഛായാപടമായിരുന്നു. ഞാൻ തിന്നുകയോ കുടിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങളെപ്പോഴും ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തണം, അതിൽ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത് എന്നൊക്കെ മാലാഖ പഠിപ്പിച്ചു തന്നു. എന്നിട്ട് പറയാണ്, ദാനധർമ്മം നിങ്ങൾ ചെയ്യണം,
അത് പാപത്തിന് പരിഹാരമാണ്. അതും മാലാഹ പഠിപ്പിച്ചു തന്നു. അങ്ങനെ അപ്രത്യക്ഷമായ ഈ മാലാഹ പറയാണ്, നീതിമാന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിക്കുന്ന റഫായേലാണ് ഞാൻ. അപ്പം നമുക്കൊരു കാര്യം സത്യം മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യർ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നേരെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുകയില്ല. അത് ചില മാലാഹമാർ അവർ ദൈവസന്നിധിയിൽ എത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മാലാഹമാരെ നമ്മൾ പഠിക്കണം. ആര് വഴിയായിട്ടാണ് എൻ്റെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തിക്കുന്നത്? അപ്പം പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 334 നമ്പർ എടുക്കുമ്പോൾ അതിവിടെ പറയുന്നുണ്ട്, സഭയുടെ മുഴുവൻ ജീവിതത്തിലും മാലാഹമാരുടെ നിഗൂഢവും സുശക്തവുമായ സഹായം ലഭിക്കുന്നുണ്ടെന്ന് കത്തോലിക്ക സഭയുടെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. 328 ഖണ്ഡികയിൽ മാലാഹമാരെന്ന് വിളിക്കപ്പെടുന്ന അരൂപികളും അശരീരികളുമായ സൃഷ്ടികളുണ്ട് എന്നതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 352 പറയുന്നുണ്ട്, സഭയുടെ ഭൗതിക തീർത്ഥാടനത്തിൽ അവളെ സഹായിക്കുന്നവരും ഓരോ മനുഷ്യനെയും സംരക്ഷിക്കുന്നവനുമായ മാലാഹമാരെ സഭ വണങ്ങുന്നു. അപ്പോൾ സഭ വണങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും നമ്മൾ ഈ മാലാഹമാരോടുള്ള ഭക്തി വേണം. അവരെ വണങ്ങുന്നതും നല്ലതാണ്. എന്നാൽ ചില മാലാഹമാരെ കൂടുതലായിട്ട് സഭ പ്രത്യേകമായിട്ട് കൂടുതൽ വന്ദിക്കുകയും അവരുടെ പെരുന്നാളുകൾ ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചില മാലാഹമാർ, പ്രത്യേകിച്ചും സഭയുടെ ആരാധനാക്രമത്തിൽ മാലാഹമാരില്ലാത്ത ഒരു പ്രാർത്ഥനയില്ല. കാരണം മാലാഹമാർ ദൈവസന്നിധിയിൽ എപ്പോഴും ദൈവമഹത്വം കരയറ്റിക്കൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ മാലാഹമാരുടെ സ്തുതിപ്പുകളോടും ആരാധനയോടും ചേർന്നാണ് ദൈവസന്നിധിയിലേക്ക് ഈ പ്രാർത്ഥനകളെല്ലാം പോകുന്നത്. നമ്മൾ മരണസമയത്തൊരു പാട്ട് പാടുന്നുണ്ട്, മാലാഹമാർ നിന്നെ പർദീസയിലേക്ക് നയിക്കട്ടെ എന്ന് വൈദികൻ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ ജനിക്കുമ്പോൾ തുടങ്ങി ഈ മാലാഹമാർ നമ്മുടെ കൂടെയുണ്ട്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് വഴി നടത്തി തരുന്നവരാണ്. അത് 91 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവിടുന്ന് നമ്മെ വഴി നടത്തുന്നു. നിന്റെ കാല് കല്ലിന്മേൽ തട്ടാതെ അവിടുന്ന് നിന്നെ സംരക്ഷിക്കുന്നു. ഇതെല്ലാ പ്രവർത്തനങ്ങളും ദൈവദൂതന്മാർ വഴിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ മാലാഹമാരെ ഒരു ഡൈനാമിക് ആയിട്ടും ഒരു ഏജൻ്റായിട്ടൊക്കെ നമ്മൾ മാലാഹമാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ സന്ദേശം നമ്മുടെ പക്കലേക്ക് എത്തിച്ചു തരുന്നത് മാലാഹമാരുണ്ട്. നമ്മളെ സംരക്ഷിക്കുന്ന മാലാഹമാരുണ്ട്. സാത്താനിൽ നിന്നും ശത്രുക്കളിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്ന മാലാഹമാരുണ്ട്. നമ്മളെപ്പം ബലഹീനരാകുന്നോ അപ്പോൾ ശക്തിപ്പെടുത്തുന്ന മാലാഹമാരുണ്ട്. ഇങ്ങനെ മനുഷ്യൻ്റെ ഏതാവശ്യത്തിനും നമ്മളെ സഹായിക്കുന്ന മാലാഹമാരുണ്ട്. അതുപോലെ അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ തളർച്ച, രോഗങ്ങൾ, ഇതൊക്കെ മാറ്റുന്ന മാലാഹമാരുണ്ട്. പിന്നെ നമ്മളൊക്കെ ജീവിക്കുന്നത് തന്നെ പലതരത്തിലുള്ള ബന്ധനാവസ്ഥയിൽ കഴിയുന്ന സ്ഥലങ്ങളുണ്ട്. അത് ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒത്തിരി നല്ല സമാധാനം, സന്തോഷമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി മാലാഹമാരുണ്ട്. ഇനി അഥവാ നമ്മളൊക്കെ അവിടെ ചെല്ലുമ്പോൾ എന്തോ അസ്വസ്ഥതകളൊക്കെയാണ്, ചിലപ്പം ഭയം തോന്നാം, അസ്വസ്ഥതകൾ തോന്നാം. ഇതൊക്കെ അവിടെ തിന്മയുടെ മാലാഹമാരും അവിടെയുണ്ട്. നമുക്കറിയാമല്ലോ, ഇവരെല്ലാം സ്വർഗത്തിലിരുന്ന മാലാഹമാരാണ്. അവർ ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്തപ്പോഴാണ് അവർ ഇരുൾക്കുഴിയിലേക്ക് തള്ളിയിടപ്പെട്ടത്. അതിൻ്റെ ഒരു കാരണം എൻസൈക്ലോപീഡിയ ഓഫ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. ആദം ഹവ്വായും നല്ല പ്രഭാപൂർണനായ മാലാഹമാരെ പോലെ ആയിരുന്നു. മിഖായേൽ മാലാഹ ഈ ആദത്തിനെ എടുത്തുകൊണ്ടുപോയി ഈ ഒരു ഗ്രൂപ്പ് മാലാഹമാരുടെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു. ഇത് ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഇവരിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കുടികൊള്ളുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ ഛായയിലാണ് ഈ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവർ ദൈവത്തിൻ്റെ ശക്തിയുള്ളവരായി തീർന്നു. ദൈവത്തിൻ്റെ പ്രകാശം ഇവരുള്ളവരായി തീർന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇവരുടെ ബോഡി, ശരീരം
കാണപ്പെടാവുന്ന ഒരു ശരീരമാണ്. അപ്പോൾ ഈ മാലാഖമാർക്ക് തോന്നി ഞങ്ങൾക്ക് ഈ ശരീരമൊന്നും ഇല്ലല്ലോ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പിശാചിന് അസൂയ നിമിത്തം മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു. അങ്ങനെ പിശാചിനുണ്ടായ അസൂയയാണ് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നതായിട്ട് ബൈബിളിൽ പറയുന്നു. അതുകൊണ്ട് ദൈവം ഈ ഓരോ മനുഷ്യനും ഇടത്തും വലത്തും നിൽക്കാനായിട്ട് ഓരോ മാലാഖമാരെ തന്നുകൊണ്ടാണ് ഭൂമിയിലേക്ക് അയക്കുന്നത്. ഇനി അവർ മരണം വരെയാണ് അവരെ ഒന്ന് സംരക്ഷിക്കാനായിട്ട് മാലാഖമാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എതിലേ പോകണം, എന്ത് ചെയ്യണം, ഇതെല്ലാം മാലാഖമാർ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ചില പ്രത്യേക മാലാഖമാരെ പ്രത്യേകം സഭ എടുത്തു പറയുന്നത് വിശുദ്ധ മിഖായേൽ, വിശുദ്ധ ഗബ്രിയേൽ, റഫായേൽ, കാവൽ മാലാഖമാർ. അപ്പം മനുഷ്യജീവിതം മരണം വരെ അവർ വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ഈ മാലാഖമാരുടെ ദൗത്യം. അപ്പം വെളിപാട് പുസ്തകത്തിൽ നമ്മൾ ഒത്തിരി വായിക്കുന്നുണ്ട്, ഓരോ സ്ഥലത്തും സഭയ്ക്കും ഓരോ മാലാഖമാരുണ്ട്, ഓരോ ദൂതന്മാരുള്ളതായിട്ട്. 7 സഭയ്ക്ക് നീ എഴുതുക എന്ന് പറഞ്ഞ് യോഹന്നാൻ ശ്ലീഹായോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഓരോ സഭയ്ക്കും ഓരോ ദൈവദൂതന്മാരുണ്ടതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ ഓരോ രാജ്യങ്ങൾക്കും പ്രത്യേകം ദൈവദൂതന്മാരുണ്ട്. ഒരിക്കലും അമേരിക്കയിൽ നിന്ന് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന ഒരു ചെറുപ്പക്കാരൻ, അവന് അങ്ങോട്ട് തിരിച്ചു പോകണമെന്നുണ്ട്, അവർ തിരിച്ചു വിളിക്കുന്നില്ല. അപ്പം എനിക്ക് ഇത് മനസ്സിലായപ്പോൾ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, മോനെ, അമേരിക്കയിലൊരു മാലാഖയുണ്ട്, നിൻ്റെ മാലാഖയോട് പറ ആ അമേരിക്കയിലുള്ള ആ ദേശത്തെ പരിപാലിക്കുന്ന മാലാഖയെ വണങ്ങണം, എനിക്കൊരു നല്ല ജോലി അവിടെ വാങ്ങിച്ചു തരാൻ ചോദിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അധികം താമസിച്ചില്ല, അവന് തിരിച്ചു വിളിക്കുകയും മാത്രമല്ല അവൻ ആദ്യം ഉണ്ടായിരുന്നതിലും ഇരട്ടി ശമ്പളമുള്ള ഒരു ജോലി അവന് കൊടുക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ മാലാഖമാർ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ദാനിയേൽ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ദൈവമേ, ഈ ലോകത്തിൻ്റെ അവസാനം എങ്ങനെയാണ്, അതൊന്ന് വെളിപ്പെടുത്തി തരണം. ദൈവിക രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തരാൻ വേണ്ടി ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖയെ ദൈവം അയക്കുന്നുണ്ട്. എന്നാൽ രാജ്യത്തിൻ്റെ ദൂതന്മാർ ഗബ്രിയേൽ ദൂതൻ ഭൂമിയിലേക്ക് വരാൻ തടസ്സപ്പെടുത്തുകയാണ്. അവസാനം ഗബ്രിയേൽ മാലാഖ മിഖായേൽ മാലാഖയെ അയച്ചെന്നാണ് പറയുന്നത്. മിഖായേൽ മാലാഖ 21 ദിവസം ഈ രാജ്യത്തിൻ്റെ ദൂതന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. അങ്ങനെയാണ് ഗബ്രിയേൽ മാലാഖയ്ക്ക് ഈ ഭൂമിയിലേക്ക് വരാൻ സാധിച്ചതും ദാനിയേലിന് കൊടുക്കേണ്ടതായ സന്ദേശം കൊടുക്കാൻ സാധിച്ചതും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്രയോ നിസ്സാരരും പാപികളും ബലഹീനരുമാണ് അല്ലേ. അപ്പം നമുക്കും ഇതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ മാലാഖമാരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നല്ലതാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്, 7 ദീപപീഠങ്ങളുടെ മധ്യേ വസിക്കുന്നു. അതായത് 7 സഭകളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നിട്ട് 7 നക്ഷത്രങ്ങൾ. അപ്പോൾ ഓരോ സഭയ്ക്കും ഉള്ള ദൈവദൂതന്മാരാണ് ഓരോ നക്ഷത്രങ്ങളായിട്ട് ഇവിടെ ചിത്രീകരിക്കുന്നത്. അവസാനം മാലാഖമാരെ തന്നെ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഈ ലോകത്തിൻ്റെ അന്ത്യം. അതായത് കളകളെല്ലാം പറിച്ച് ഫലങ്ങളെല്ലാം കൊയ്തെടുക്കാനായിട്ട് ദൈവം കൊയ്ത്തുകാരെ അയക്കുമെന്ന് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ കൊയ്ത്തുകാർ മാലാഖമാരാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നമുക്ക് ഇന്നും സ്വർഗത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ മാലാഖമാരെ അറിഞ്ഞും അവരുടെ സഹായം തേടുകയും ചെയ്യണം. സഭ രൂപപ്പെട്ടപ്പോൾ പിശാചും രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മാലാഖമാരെ മനുഷ്യരെയെല്ലാം നശിപ്പിക്കാനും അവൻ്റെ രാജ്യം കൂടുതൽ വിസ്തൃതമാക്കുന്നതിനും വേണ്ടി ഒത്തിരി ആത്മാക്കളെ അവൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടി പാപം ചെയ്യുകയും വിശ്വാസത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പം സാർവത്രിക സഭയുടെ മധ്യസ്ഥനായിട്ടാണ് മിഖായേൽ മാലാഖയെ ദൈവം പ്രത്യേകം ഏൽപ്പിച്ചിരിക്കുന്നത്. ഗബ്രിയേൽ മാലാഖയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ അജേയമായ ശക്തി പകർന്ന് സഭയെ സഹായിക്കണം. അപ്പം ഗബ്രിയേൽ എന്ന വാക്കിനർത്ഥം തന്നെ ശക്തി എന്നാണ്, ദൈവത്തിൻ്റെ ശക്തി എന്നാണ്. മിഖായേൽ സാർവത്രിക സഭയുടെ മധ്യസ്ഥനാണ്. സഭയെ മുഴുവനും പരിപാലിച്ചു കൊണ്ടുപോകേണ്ട കടമയാണ് മിഖായേൽ മാലാഖയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ സാത്താനുമായി ജനങ്ങൾ
യുദ്ധം ചെയ്യേണ്ടി വരുന്നുണ്ട് പലപ്പോഴും. അങ്ങനെ മുറിവേറ്റ മനുഷ്യരെ മുറിവണക്കുന്നതിന് വേണ്ടി, സൗഖ്യം കൊടുക്കുന്നതിന് വേണ്ടി ദൈവം പ്രത്യേകം നിയോഗിച്ചിരിക്കുന്ന മാലാഖയാണ് റഫായേൽ മാലാഖ. റഫായേൽ എന്ന് പറഞ്ഞാൽ ദൈവം സൗഖ്യപ്പെടുത്തുന്നു എന്ന അർത്ഥമാണ്. ഏൽ ദൈവം എന്നാണ്. അപ്പം ദൈവം സുഖപ്പെടുത്തുന്നു, ഇതാണ് റഫായേൽ എന്ന വാക്കിനർത്ഥം. അപ്പോൾ ഇങ്ങനെ സാത്താനുമായി ചരിക്കേണ്ടി വരുമ്പോൾ നമുക്കൊക്കെ ഒത്തിരി സാത്താനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റുമ്പോൾ ഒത്തിരി നമുക്ക് പരിക്കുകൾ ഏൽക്കേണ്ട വരുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നമുക്ക് നിരാശയും കുറ്റബോധവും എല്ലാം വരും. അപ്പോൾ മാതാവ് പറയുന്ന സംഭവം ഇതാണ്, അപ്പം നിങ്ങൾ ഗബ്രിയേൽ മാലാഖയെ വിളിക്കണം. ചിലപ്പം പിശാച് തരുന്ന വേറെ വലിയ പരിക്കൊന്നുമല്ല, നിരാശ, ദുഃഖം, കുറ്റബോധം, ഇതെല്ലാം വന്ന് നമ്മൾ ദൈവത്തോട് അടുക്കാതിരിക്കാൻ നോക്കും. അതുകൊണ്ട് നിങ്ങൾ ഗബ്രിയേൽ മാലാഖയെ വിളിക്കണം. കാരണം ദൈവത്തിൻ്റെ ശക്തി എന്നാണ് അതിൻ്റെ അർത്ഥം, ഗബ്രിയേൽ. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ദൈവം പ്രത്യേകം ദൈവദൂതന്മാരെ നമുക്ക് തന്നിട്ടുണ്ട്. വേറെ ഒന്നാണ് നമുക്ക് കാവൽ മാലാഖമാരെന്ന് പറയും. നമ്മുടെ ഇടത്തും വലത്തും ഉണ്ട്. ഇവരെപ്പോഴും ദൈവസന്നിധിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും വിഷമങ്ങളൊക്കെ വരുന്ന സമർത്ഥിക്കുന്നവരാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ വേദനിക്കുമ്പോൾ, വിഷമിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ ദൈവത്തെ ഉണർത്തുകയാണ്. ദൈവമേ, ഇതാ നീ പൈതൽ ഇങ്ങനെ വിഷമിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ ഒരു ദിവസം എനിക്ക് ചുമ്മാ തമാശ വന്നിട്ട് ഞാൻ മാലാഖയോട് പറഞ്ഞു, എൻ്റെ കാൽമാലാഖയെ, നീ എപ്പോഴും ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, എനിക്കും കൂടി ഒന്ന് കാണിച്ചു തരണേ. പ്രിയപ്പെട്ടവരെ, എനിക്ക് എൻ്റെ കാവൽമാല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഒത്തിരി എല്ലാ കാര്യത്തിലും എന്നെ സഹായിക്കുന്നതാണ് എൻ്റെ കാവൽമാലാഖ. ചെറുപ്പം തുടങ്ങി ഞാൻ ഒത്തിരി അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അത് വളരെ ആനന്ദമാണ്. ഭൂമിയിൽ ഒന്നിനും ഇതുപോലെ ഒരു ആനന്ദം, സന്തോഷം തരാനായിട്ട് പറ്റുകയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് മതിമറന്ന് നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു അവസ്ഥയാണ്. കാണാൻ പറ്റാത്തത് തിന്മയുടെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അപ്പം ദൈവത്തിൻ്റെ മുഖം കാണിച്ചു തരണമേ എന്ന് നമ്മൾ നമ്മുടെ കാൽമാലയോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അവരിടപെടും, നമുക്കും കാണിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന കുറവുകളൊക്കെ സഹായിക്കുന്നതാണ് ഈ മാലാഖമാർ. ഫാത്തിമയിൽ 3 കുട്ടികൾക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമ്മൾ ചരിത്രത്തിലൂടെ വായിക്കുന്നുണ്ട്. അപ്പം മാലാഖ ഇങ്ങനെയാണ്, തിരുവോസ്തി ആകാശത്തിൽ കൊണ്ടുവരുന്നുണ്ട്. സ്വർണ്ണ കാസയിൽ തിരുരക്തം, അതിനടുത്ത് തിരുവോസ്തി കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ മാലാഖ അവിടെ കുമ്പിട്ട് സാഷ്ടാംഗം വീണ് നിലം ചുംബിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. ദൈവമേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ ആശ്രയിക്കുന്നു, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് കുട്ടികളെ പറഞ്ഞു കൊടുത്തു, നിങ്ങളും ഇങ്ങനെ ആരാധിക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന്. അതുപോലെ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവർ, ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയൊക്കെ അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. ഇങ്ങനെയാണ് കുട്ടികളെ മാലാഖ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. അതുപോലെ പറ്റുന്നിടത്തോളം പരിഹാര പ്രവൃത്തി ചെയ്യണം എന്ന് പറയുകയാണ്. പിന്നെ ഈ പോർച്ചുഗലിൻ്റെ ഒരു മാലാഖ പറയുന്നതായിട്ട് 1916 അതും പിള്ളേർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാനുണ്ട്. പരിശുദ്ധ ത്രിത്വത്തെ നമ്മൾ ആരാധിക്കണം, ഹൃദയപൂർവ്വം ആരാധിക്കണം. അങ്ങേക്കെതിരായി നിന്ന എതിർപ്പ്, സ്നേഹമില്ലായ്മ, ഇങ്ങനെ ലോകത്തിൽ നടമാടുന്ന എല്ലാ തിന്മയ്ക്കെതിരായിട്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. അപ്പം ദൈവവുമായിട്ടുള്ള ഒരു വലിയ ബന്ധം നമ്മൾക്ക് സ്ഥാപിച്ചു തരുന്നത് ഈ മാലാഖമാർ വഴിയായിട്ടാണ്. ചില വിശുദ്ധരെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഫെലിക്സ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ജോലി ഉപേക്ഷിച്ചിട്ട് വിശുദ്ധ കുർബാന കാണാൻ പോയി. തിരിച്ചു വന്നപ്പോൾ ഈ മാലാഖ ആ ജോലി പൂർത്തിയാക്കിയിരിക്കുന്നതായിട്ട് വിശുദ്ധ ഫെലിക്സിൻ്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വിശുദ്ധ ഇസിദോറും പറയുന്നത് തന്നെയാണ്, ജോലി ചെയ്തു കൊടുക്കുന്നതായിട്ട്. അതുപോലെ അലക്കാൻ തുടങ്ങിയപ്പോൾ കുർബാനയ്ക്ക് ബെല്ലടിച്ചു, അത് ഇട്ടിട്ട് പോയി. തിരിച്ചു വരുമ്പോൾ മാലാഖമാർ അത് അലക്കി വെച്ചെന്നായിട്ട് പറയുന്നുണ്ട്.
അതുപോലെ വിശുദ്ധ ജമ്മ ഗൽഗാനി കുട്ടിക്കാലം മുതൽ കാവൽമാലാഖയുമായിട്ട് വലിയ ഭക്തിയായിരുന്നു. അതിനെക്കുറിച്ച് വിശുദ്ധരുടെ ജീവിതത്തിലെല്ലാം സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഫ്രാൻസിസ് അസീസി വയലിൻ വായിച്ചു കൊണ്ടിരിക്കുന്നത് മാലാഖ പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു തന്നു. അതുകൊണ്ട് ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ വലിയൊരു ഹോബിയായിരുന്നു 2 മരത്തിൻ്റെ കമ്പെടുക്കുക, വയലിൻ വായിക്കുന്ന പോലെ ആക്ഷൻ കാണിച്ച് ദൈവത്തെ കൊട്ടിപ്പാടി മഹത്വപ്പെടുത്തുന്നതായിട്ട് സഹോദരങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ നടന്നു പോകും. മാലാഖമാർ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു തരും. അതുപോലെ ഫ്രാൻസിസ് ഓഫ് റോം എന്ന് പറയുന്നൊരു ഫ്രാൻസിസ് ഉണ്ട്, സെൻറ്റ് സൈമൺ ഉണ്ട്, സെൻറ്റ് തിയഡോഷ്യസ് ഉണ്ട്, ജോൺ ക്രിസോസ്റ്റം. ഇവരെല്ലാം മാലാഖമാരെ കുറിച്ച് അവരുടെ ജീവിതത്തിൽ പറയുന്നുണ്ട്. വലിയ അത്ഭുതമാണ്. പിന്നെ വിശുദ്ധ പാദ്രെ പിയോ അവരുടെ ജീവിതത്തിൽ ഞാൻ വായിച്ചൊരു പുസ്തകമുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ്: ഒരമ്മച്ചി കരഞ്ഞുകൊണ്ട് ചെന്നു, എൻ്റെ മകൻ ഒത്തിരി വർഷം മുമ്പ് ഒളിച്ചു പോയതാ, അവൻ തിരിച്ചു വരുമോയല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഈ അമ്മച്ചി കരയുന്നത്. അപ്പം പാദ്രെ പിയോ പറഞ്ഞു, ഒരു കത്ത് എഴുതി എൻ്റെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു, ഈ മകന് കൊടുക്കാനുള്ള കത്ത്. അതുപോലെ അമ്മച്ചി ചെയ്തു. കത്ത് കേട്ടിപ്പം മിസ്റ്റർ പാദ്രെ പിയോ കാവൽമാലയോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ കത്ത് കൊണ്ടുപോയി അവന് കൊടുക്കാൻ. അങ്ങനെ കൊടുക്കുകയും ആ മകൻ തിരിച്ചു വരികയും ചെയ്തതായിട്ട് വിശുദ്ധ പാദ്രെ പിയോയുടെ ജീവചരിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ കാവൽമാലാഖമാർ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്, വലിയൊരു ദൗത്യമാണ്. അവരെന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവർ സാധിച്ചു തരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞാൽ മതി, അവരത് തീർച്ചയായിട്ടും അത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ കാവൽമാലാഖമാർ ഇടപെട്ട കാര്യങ്ങൾ എനിക്കറിയാം. എന്തെങ്കിലും പഠിപ്പിച്ചു തരാൻ, ദൈവിക കാര്യങ്ങളിലൊക്കെ ഒന്ന് വെളിപ്പെടുത്തി തരാനായിട്ട്, അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് എല്ലാം കാവൽമാലാഖ സഹായിക്കുന്നതായിട്ട് അനുഭവങ്ങളുണ്ട്. അതുപോലെ സെയിൻറ്റ് അഗസ്റ്റിൻ, 23-ാം ജോൺ പോൾ മാർപ്പാപ്പ, ഇവരൊക്കെ മാലാഖയെക്കുറിച്ച് ഒത്തിരി പറയുന്നുണ്ട്. അതുപോലെ വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ കാവൽമാലാഖയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് അവർ സഹായിക്കുന്നതെന്ന്. അപ്പം ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു പുസ്തകമുണ്ട്, ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് കാവൽമാലാഖ നമ്മളെ സഹായിക്കുന്നതായിട്ട്. അപ്പം ഈ കാവൽമാലാഖ എന്ന് പറയുന്നത് 9-ാം ഗണത്തിൽപ്പെട്ട മാലാഖമാരാണ്. ഇവർക്ക് 2 ചിറകുകളുണ്ട്, എഴുത്ത് സാമഗ്രികളുണ്ട് ഇവരുടെ കയ്യിൽ, സംഗീത ഉപകരണങ്ങളുണ്ട്, മെഴുകുതിരി തുടങ്ങി പലതരം സാധനങ്ങൾ ഇവരുടെ കയ്യിലൊക്കെ കാണപ്പെടുന്നുണ്ട്. കാരണം പ്രാർത്ഥിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. കൂടാതെ ഈ നമ്മുടെ ഉള്ളിലുള്ള കാവൽമാലാഖയോട് പറയുകയാണ്, ഇന്ന വ്യക്തിയുടെ കാവൽമാലയെ വണങ്ങണം എന്ന് പറഞ്ഞാൽ അവർ വരുമ്പോൾ വലിയ കൂട്ടാണ്. ഒരിക്കൽ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി, അവൾക്ക് ജോലി കിട്ടുന്നില്ല, എത്രമാത്രം പരിശ്രമിച്ചിട്ടും ജോലി കിട്ടുന്നില്ല. അങ്ങനെ അവൾ 20ാമത്തെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു, സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണം, ഞാനിപ്പോൾ 20ാമത്തെ ഇൻ്റർവ്യൂവിന് പോകുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കാവൽമാലാഖയോട് പറഞ്ഞു, എൻ്റെ കാവൽമാലാഖയെ ആ കുട്ടിയുടെ കാവൽമാലയെ ഉണങ്ങിയിട്ട് ആ മാലാഖയെ കൊണ്ട് ഇവൾക്കൊരു ജോലി മേടിച്ച് കൊടുക്കണേ. പിറ്റേ ദിവസം അവൾ ഇൻ്റർവ്യൂവിന് പോയി, അവളെ മാത്രം സെലക്ട് ചെയ്തതായിട്ട് അവൾ പറയുന്നുണ്ട്. അതുപോലെ ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ചില കോഴ്സുകളൊക്കെ. അപ്പം ഞാൻ ഈ മാലാഖയെ കാണുകയാണ്. നേരം വെളുത്തപ്പം ഒരു മനുഷ്യൻ വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, വലിയൊരു മനുഷ്യനാണ്. ഈ മനുഷ്യന് ചോദ്യോത്തരം ഒന്നും എഴുതാതെ തന്നെ മാർക്കിട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഈ മാലാഖയോട് ചോദിച്ചു, ഇതെന്താ നിങ്ങളിങ്ങനെ ഉത്തരം എഴുതാതെ മാർക്കിട്ട് കൊടുക്കും? കിടക്കട്ടെന്നേ, കയറിപ്പോട്ടെ. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇങ്ങനെ നീതിയൊക്കെ നോക്കും, എന്നാൽ മാലാഖമാർ അങ്ങനെയല്ല. അവർ നമ്മുടെ വിഷമങ്ങൾ അനുസരിച്ച് സഹായിക്കുന്നവരാണ്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ മാലാഖമാരെ ഒന്ന് കണ്ടുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട കാവൽമാലാഖയെ, വർഷങ്ങളായി അങ്ങ് ഞങ്ങളുടെ കൂടെ നടക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങളാരും ഇന്ന് വരെ അങ്ങയുടെ പേര് വിളിച്ച് പറയുകയോ അങ്ങയോട് ഒന്ന് കൂട്ടുകൂടുകയോ അങ്ങയുടെ ഒരു അപേക്ഷ സമർപ്പിക്കുകയോ ചെയ്യാതെ അങ്ങയെ ഒറ്റത്ത് നിർത്തപ്പെട്ട സംഭവങ്ങളുണ്ട്. ക്ഷമിക്കണമേ മാലാഖമാരെ. ഇനിയും തുടങ്ങി ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആപത്ത് അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മനുഷ്യമക്കളും ഈ മാലാഖമാരെ അറിയപ്പെടാനായിട്ട്
ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മ ആണല്ലോ മാലാഖമാരുടെ രാജ്ഞി. അമ്മേ മാതാവേ, അവിടുത്തെ ദൂതന്മാരെ ഞങ്ങളുടെ പക്കലേക്ക് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ആമേൻ.